നമുക്കിനി പരിശോധിക്കേണ്ടത് ഈ മുന്നണി മാറ്റ രാഷ്ട്രീയം, മുന്നണി മാറ്റം എന്ന ആലോചന പൊളിഞ്ഞതെങ്ങനെയെന്ന കാര്യമാണ്. നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിൽ പൊടുന്നനെ ഉയർന്നു വന്നതല്ല ഈ ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിൻ്റെ ഇടതുമുന്നണിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കൽ എന്ന വാർത്തകൾ. അത് പല കാലങ്ങളിലായി ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒന്ന് സജീവമായതാണ്. അതിനുശേഷം വീണ്ടും അതിങ്ങനെ പോയി. ലോക്സഭയിൽ അവരുടെ കോട്ടയം സീറ്റിൽ വലിയ പരാജയമുണ്ടായതോടെ ആ നീക്കം ഒന്ന് ശക്തിപ്പെട്ടു, അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഒളിഞ്ഞും തെളിഞ്ഞും അത് പോയി. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പും ചില നീക്കങ്ങൾ ഉണ്ടായെങ്കിലും അത് നടന്നില്ല. ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും പൂർത്തിയാവുന്നു. കേരള കോൺഗ്രസിനും ഇടതുമുന്നണിക്കും സംസ്ഥാനത്ത് വലിയ പരാജയവും നേരിടേണ്ടി വന്നു. അതിനുശേഷം വീണ്ടും പൊടുന്നനെ ഈ നീക്കങ്ങൾ ചടുലമായി ഉണ്ടാവുന്നു. മറ്റൊന്നുകൊണ്ടുമല്ല, കേരള കോൺഗ്രസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിലെയും UDFിൻ്റെയും ചില നേതാക്കൾ നടത്തിയ നീക്കങ്ങൾ കൂടിയാണ് ഇങ്ങനെയൊരു നീക്കമുണ്ടായത്. പക്ഷേ ഇത് പൊടുന്നനെ വളരെ രഹസ്യമായി കേരള കോൺഗ്രസ്, പ്രത്യേകിച്ച് ജോസ് കെ മാണി നടത്തിയ നീക്കം പൊളിയാനുള്ള സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ് ഈ നീക്കം പൊളിഞ്ഞത്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം എങ്ങനെയാണ് കേരള കോൺഗ്രസിൻ്റെ ഈ നീക്കം പൊളിഞ്ഞതെന്ന്. അതായത് മുന്നണി മാറ്റ നീക്കം പൊളിഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം ഉണ്ടാക്കിയത് ഈ കേരള കോൺഗ്രസിൻ്റെ ഈ നീക്കം CPM നേരത്തെ തന്നെ മനസ്സിലാക്കി എന്നതാണ്. അതായത് ഇതിൽ ഇങ്ങനെയൊരു നീക്കം നടക്കുന്നു എന്നത്, രഹസ്യമായി നടക്കുന്ന ഈ നീക്കത്തെ CPM നേരത്തെ തന്നെ മനസ്സിലാക്കി. ഒരു പക്ഷേ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാവുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ സാധ്യതയും സാഹചര്യവും നേരത്തെ തന്നെ CPM നേതൃത്വം മനസ്സിലാക്കുന്നു. അങ്ങനെ തുടക്കത്തിൽ തന്നെയുള്ള ആ തരത്തിലുള്ള ഒരു ഇടപെടലും ജാഗ്രത കാണിക്കലും മുന്നണി നേതൃത്വത്തിൽ ഉണ്ടായി. കാരണം കേരള കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഒരു പ്രധാനപ്പെട്ട മുന്നണിയിൽ മൂന്നാമത്തെ കക്ഷിയായി നിൽക്കുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ജോസ് കെ മാണി, കേരള കോൺഗ്രസ് എം, ആ പാർട്ടി മുന്നണിയിൽ നിന്ന് വിട്ടുപോയാൽ ഒന്നുകൂടി തകർന്നു വീഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽ. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു അത്തരമൊരു നീക്കമുണ്ടായത്. മറ്റാരുമല്ല, മുഖ്യമന്ത്രി തന്നെയാണ് ഈ വിഷയത്തിൽ നേരിട്ടിടപെട്ടത് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട ഒരു ബദൽ തന്ത്രങ്ങളാണ് അണിയറയിൽ ഉണ്ടായത്. പുറമേക്ക് ഒന്നുമില്ല എന്ന തോന്നലുണ്ടായെങ്കിലും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കേന്ദ്രങ്ങളുമൊക്കെ നിശബ്ദമായിരുന്നെങ്കിൽ കൂടിയും മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട ഒരു ബദൽ തന്ത്ര രൂപീകരണമാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി ആദ്യം നടത്തിയ നീക്കം മറ്റൊന്നുമല്ല, റോഷി അഗസ്റ്റിൻ, N ജയരാജ്, ഒപ്പം തന്നെ പ്രമോദ് നാരായണൻ. റോഷി അഗസ്റ്റിൻ, N ജയരാജ്, പ്രമോദ് നാരായണൻ, ഈ 3 MLA-മാരുമായുള്ള ആശയവിനിമയമാണ്. അതായത് മന്ത്രിസഭാംഗം കൂടിയായ റോഷി അഗസ്റ്റിനെ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചിട്ട് മുന്നണി വിടരുത്, ഒപ്പമുണ്ടാവണം, അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി ബോധ്യപ്പെടുത്തി. മുഖ്യമന്ത്രിയുമായി സ്വാഭാവികമായി മന്ത്രിസഭയിലെ പങ്കാളിയാണ്. ഒരുപക്ഷെ ജോസ് കെ മാണിയേക്കാൾ കൂടുതൽ മുഖ്യമന്ത്രിയുമായും ആശയവിനിമയം നടത്തുകയും അടുത്ത് ഇടപെടുകയും ചെയ്യേണ്ടി വരുന്ന വ്യക്തി റോഷി അഗസ്റ്റിനാണ്. ആ ഒരു വ്യക്തിബന്ധവും ഈ 5 വർഷത്തിനിടയിൽ ഏറെ ഉണ്ടായിരിക്കാം. അതുകൊണ്ടുകൂടി റോഷി അഗസ്റ്റിൻ ആദ്യം തന്നെ മുഖ്യമന്ത്രിയുടെ വാദത്തിന്, മുഖ്യമന്ത്രിയുടെ ആ നിലപാടിനൊപ്പം വഴങ്ങി. തൊട്ടു പിന്നാലെ N ജയരാജ്, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള MLA ജയരാജ് കൂടി ആ നിലപാടിനൊപ്പം നിൽക്കുന്നു എന്നതാണ്. ജയരാജ് ഒരു പൊതുവിലൊരു ലിബറൽ സ്റ്റാൻഡ് സ്വീകരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ അദ്ദേഹവും വിടേണ്ടതില്ല എന്നൊരു നിലപാടെടുത്തു. പ്രമോദ് നാരായണനാണ് മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി. പ്രമോദ് നാരായണൻ, അദ്ദേഹം പഴയ ഇടതു ബന്ധമുള്ള ആളാണ്. DYFIയുടെയും SFIയുടെയും ഒക്കെ നേതാവായിരുന്ന വ്യക്തി കൂടിയാണ് പ്രമോദ് നാരായണൻ. അതുകൊണ്ട് പ്രമോദ് നാരായണനാണ് യഥാർത്ഥത്തിൽ ജോസ് കെ മാണിയുടെ പാർട്ടിയെ LDFിൽ എത്തിക്കുന്നതിൽ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തിയ വ്യക്തി. അതുകൊണ്ട് പ്രമോദ് നാരായണൻ എന്തായാലും ഇടതുമുന്നണിയിൽ തന്നെ തുടരണം എന്ന നീക്കം നടത്തുകയാണ് ചെയ്തത്. അതായത് പിന്നീട് സംഭവിച്ചെന്താ, റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, തുടരും എന്നൊരു പ്രസ്താവന പോലും നടത്തി. അപ്പോഴാണ് ജോസ് കെ മാണിക്ക് ഈ പ്രതിസന്ധി വ്യക്തമാവുന്നത്. പാർട്ടിയിൽ പിളർപ്പിൻ്റെ സാധ്യത രൂപപ്പെടുന്നു. പാർട്ടിയിൽ പിളർപ്പ് മുന്നിൽ കണ്ടതോടെ ജോസ് കെ മാണി കടുത്ത സമ്മർദ്ദത്തിലേക്ക് മാറുകയാണ് പിന്നീടുണ്ടായത്. കാരണം അദ്ദേഹം വിദേശത്താണ്, വിദേശത്ത് നിന്നുള്ള ചരടുവരികളാണ് നടന്നു വന്നിരുന്നത്. പക്ഷേ ജോസ് കെ മാണിക്ക് മുന്നിൽ കടുത്ത സമ്മർദ്ദമുണ്ടാകുന്നു. ഇതോടുകൂടി പാർട്ടിയിൽ ഒരു പിളർപ്പ് വന്നാൽ തൻ്റെ വിലപേശൽ ശേഷി തന്നെ ഇല്ലാതാകും എന്നതാണ് ജോസ് കെ മാണിക്ക് സമ്മർദ്ദത്തിലാക്കിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം വിലപേശൽ ശേഷി ഇല്ലാതായാൽ അദ്ദേഹത്തിൻ്റെ തുടർ രാഷ്ട്രീയ നീക്കങ്ങളെ തന്നെ പ്രതിസന്ധിയിലാക്കും എന്നതാണ് സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ പിളർപ്പ് മുന്നിൽ കണ്ടതോടെ ജോസ് കെ മാണി നിലപാട് മാറ്റുന്നു. ഒടുവിൽ മുന്നണി മാറ്റ പ്രഖ്യാപനം നടത്താനിരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ജോസ് കെ മാണി നിലപാട് മാറ്റി. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതായത് ശ്രീജിത്ത് മുമ്പ് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ നിർണായക രാഷ്ട്രീയ പ്രഖ്യാപനം നടത്താനിരുന്ന ആ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇങ്ങനെയൊരു അജണ്ടയേ ഇല്ല എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ജോസ് കെ മാണിക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി എന്നതാണ് സാഹചര്യം. ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, സംഭവിച്ചത് ഇങ്ങനെ തന്നെയല്ലേ ശ്രീജിത്ത്?
തീർച്ചയായും സജിത്ത്, നമുക്കറിയാം കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിലെ കത്തോലിക്ക സഭ പല രാഷ്ട്രീയ നീക്കങ്ങളുടെയും ഭാഗമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാൻ തോമസ് തറയിൽ പിതാവ് അദ്ദേഹം ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ തന്നെ വ്യക്തമാക്കിയതൊന്ന് കേരള കോൺഗ്രസുകൾ ലയിക്കണം, കാരണം ഈ സമുദായത്തിലെ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്ന സാഹചര്യമുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുന്ന സാഹചര്യമുണ്ട്. അത് ആദ്യം അദ്ദേഹം വ്യക്തമാക്കിയത് PJ ജോസഫിന്റെ ആത്മകഥാ പ്രകാശന വേദിയിലായിരുന്നു. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലും അദ്ദേഹം നിലപാട് ആവർത്തിച്ചു. അങ്ങനൊരു ആഗ്രഹം അദ്ദേഹം പറഞ്ഞു എന്നുള്ളത്. ഒപ്പം തന്നെ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് ഫാദർ മാണി പുതിയിടം ഇവരുടെ പ്രത്യയശാസ്ത്രം ഇതല്ല, ഇടതുമുന്നണിയിൽ നിൽക്കേണ്ട പ്രത്യയശാസ്ത്രമല്ല കേരള കോൺഗ്രസ് എമ്മിൻ്റേത് എന്ന് ചൂണ്ടിക്കാണിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നത്. അവിടെയാണ് ഇത്തവണയും നിർണായകമായത് കത്തോലിക്ക സഭ നടത്തിയ ഇടപെടൽ. അതായത് ജോബ് മൈക്കിൾ MLA ഉൾപ്പെടെയുള്ളവർക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഈ LDFിൽ നിന്നുകൊണ്ട് വീണ്ടും മത്സരിച്ചാൽ ഉണ്ടാകുന്ന ഒരു തിരിച്ചടി പ്രതിസന്ധിയാകും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അത് മാത്രമല്ല മറ്റു പലയിടത്തും തിരിച്ചടി ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില നീക്കങ്ങൾ സഭ നടത്തിയത്. സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLAയ്ക്കും സമാനമായ ചില പ്രതിസന്ധികൾ പൂഞ്ഞാറിൽ കഴിഞ്ഞ തവണ 15,000 വോട്ടിനെ ജയിച്ചെങ്കിൽ പോലും അന്ന് SDPAയുടെയൊക്കെ വലിയ പിന്തുണ പരസ്യമായി സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനുണ്ടായിരുന്നു. അങ്ങനെയാണ് PC ജോർജ് അവിടെ പരാജയപ്പെടുന്നത്. ഇത്തവണ SDPA അടക്കം ഒരു UDF അനുകൂല നിലപാട് നിൽക്കുമ്പോൾ സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനും കാര്യങ്ങൾ എളുപ്പമല്ല എന്ന് മനസ്സിലാക്കുന്നു. ആ നിലയിലുള്ള ഒരു നീക്കം സഭയുടെ ഭാഗത്ത് നിന്ന് ഇതൊരു ലയന സാധ്യതയുള്ള സാഹചര്യമാണ് എന്ന് മുന്നിൽ കണ്ട് വീണ്ടും ഉണ്ടാകുന്നു. അത് തിരിച്ചറിഞ്ഞ് നേരത്തെ പറഞ്ഞ ഇപ്പുറത്തുള്ള LDFിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് കേരള കോൺഗ്രസ് എമ്മിലെ MLAമാർ വഴി തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. അവിടെ പ്രമോദ് നാരായണൻ ഒപ്പം തന്നെ റോഷി അഗസ്റ്റിൻ, ഈ രണ്ടുപേരുടെ നിലപാട് വളരെ നിർണായകമായി. ഈ കഴിഞ്ഞ കുറേ കാലമായി റോഷി അഗസ്റ്റിനൊപ്പമാണ് ഫലത്തിൽ കാലങ്ങളായുള്ള സൗഹൃദത്തിന്റെ പേരിൽ കൂടിയായിരിക്കാം ഒരുപക്ഷെ N ജയരാജ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാഹചര്യം ഒരു മുന്നണി മാറ്റത്തിനുള്ള രാഷ്ട്രീയ സാഹചര്യം, അതായത് കാരണം ജനങ്ങളെ ബോധ്യപ്പെടുത്താവുന്ന ഒരു കാരണമില്ല എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനമായും ഇവർ ചർച്ച ചെയ്യുന്നത്. അങ്ങനെയാണ് റോഷി അഗസ്റ്റിൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള തലത്തിൽ നടക്കുന്ന ചർച്ച അതിൽ വളരെ നിർണായകമാകുകയും ഈ 3 MLAമാർ പോകാതിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. അവിടെ തന്നെയാണ് ജോസ് കെ മാണി പ്രതിസന്ധിയിലായത്. ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടെങ്കിലും അതെല്ലാം പരാജയപ്പെടുന്നു. പാർട്ടി നേരെ പിളർന്നാൽ ആകെയുള്ളത് കുറച്ച് നേതാക്കളാണ്. നമുക്കറിയാം കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ പിളർപ്പിൽ കൂടുതൽ നേതാക്കൾ അന്ന് CF തോമസും അതല്ലെങ്കിൽ തലമുതിർന്ന നേതാക്കളെല്ലാം തന്നെ ജോയ് എബ്രഹാമും അങ്ങനെ ഏതാണ്ട് KM മാണിക്കൊപ്പം ഉണ്ടായിരുന്ന പല നേതാക്കളും നിന്നത് PJ ജോസഫിനൊപ്പമാണ്. അവിടെ മുതിർന്ന നേതാക്കളായി എടുത്ത് കാണിക്കാൻ കഴിയുന്നത് ഈ റോഷി അഗസ്റ്റിനും ഒപ്പം തന്നെ N ജയരാജും ഒക്കെ മാത്രമായിരുന്നു. പിന്നീടാണ് സെബാസ്റ്റ്യൻ കുളത്തിങ്കലും ജോബ് മൈക്കിളും അല്ലെങ്കിൽ പ്രമോദ് നാരായണനും ഒക്കെ ഒരു MLAമാരായി മാറുകയും ആ ഒരു ഫ്രെയിമിലേക്ക് കയറി വരികയൊക്കെ ചെയ്തത്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പിളർപ്പിലൊപ്പം ഉണ്ടായിരുന്ന റോഷിയും N ജയരാജുമൊക്കെ പിളർന്ന് മാറിപ്പോവുക എന്നുള്ളത് പിന്നെ ഈ പാർട്ടിയുടെ പ്രസക്തി തന്നെ പ്രതിസന്ധിയിലാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. നേരെ പോകേണ്ടത് അപ്പുറത്താണ്. അപ്പുറത്ത് PJ ജോസഫ് വിഭാഗത്തിന് കടുത്ത എതിർപ്പുണ്ട്. ഒരു ലയനം എന്നുള്ളത് സാധ്യമാകാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും. ഫലത്തിൽ ഈ ലയനത്തിന്റെ സാധ്യത സഭ എന്തുദ്ദേശിച്ചോ അത് നടക്കാതെ വരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് വന്നതോടുകൂടിയാണ് ഇതൊരു പ്രതിസന്ധിയിലായത്. അങ്ങനെയാണ് ഇന്നലെ നടക്കേണ്ട യോഗത്തിലെ അജണ്ടകൾ ഫലത്തിൽ എന്ത് അജണ്ടയാണോ ഉദ്ദേശിച്ചത് ആ അജണ്ടകളെല്ലാം ഫലത്തിൽ നടക്കാതെ പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെ ആകെ നിക്കക്കള്ളിയില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് പാർട്ടി ഒരു പ്രതിസന്ധിയിലായി എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ആന്തരികമായി നടന്ന ചർച്ചകളിലെ യാഥാർത്ഥ്യം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ജാഥ ക്യാപ്റ്റൻ സ്ഥാനത്തേക്കടക്കം നിന്നുകൊണ്ട് ജോസ് കെ മാണിക്ക് ഇനി ഇടതുമുന്നണി എന്ന നിലയിലേക്ക് കാര്യമായി വീണ്ടും തുടരേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. തൽക്കാലം കഴിഞ്ഞ പിളർപ്പിന്റെ സമയത്തും സഭയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിളർന്ന് LDFിലേക്ക് പോകരുതെന്ന അഭ്യർത്ഥന വെച്ചിരുന്നു. പക്ഷേ അത് ഫലത്തിൽ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ അന്ന് സമ്മതിച്ചിരുന്നില്ല. പിന്നീട് ഇപ്പോഴും അതേ ഇടപെടൽ സഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക്. അതായത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ BJP ഒരു വലിയ ശക്തിയായി വളർന്നു വരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയിലടക്കം പലയിടത്തും അക്കൗണ്ട് തുറക്കുന്നു. ചില പഞ്ചായത്തുകളിൽ തലപ്പലത്തും തിടനാടും ഒക്കെ 4 സീറ്റ് വരെ എത്തുന്നു. പൂഞ്ഞാർ തെക്കേക്കര ഭരണം പിടിക്കുന്നു. അങ്ങനെ പല സാഹചര്യമുണ്ട്. കിടങ്ങൂരിൽ ഭരണം പിടിക്കുന്നു. അങ്ങനെ പല സാഹചര്യങ്ങളുണ്ട്. അവിടെ
കോൺഗ്രസ് ഇത്തവണ ഒരു ഭരണത്തിൽ എത്തിയില്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ തകർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് സഭ തിരിച്ചറിയുന്നുണ്ട്. അതാണ് സണ്ണി ജോസഫ് അധ്യക്ഷനായ ശേഷമുള്ള സഭാ രാഷ്ട്രീയത്തിലേക്ക്, കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് സഭയ്ക്ക് വീണ്ടും ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യവും രൂപപ്പെട്ടു. അങ്ങനെയാണ് കേരള കോൺഗ്രസ് എം കൂടി ഉണ്ടെങ്കിൽ ഒരു ഉറപ്പായ തുടർ ഭരണം UDF ലഭിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് സഭ വിലയിരുത്തുകയാണ്. ആ നിലയിൽ കൂടിയാണ് ഈ ഒരു ഇടപെടൽ, ഫലത്തിൽ കോൺഗ്രസിന് വേണ്ടി കൂടി നടത്തിയ ഒരു ഇടപെടലാണ്. ഈ BJPയുടെ വളർച്ചയാണ് അതൊരു പ്രധാന വില്ലൻ സ്ഥാനത്തായി ഉയർന്നു വന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ നടത്തിയ നീക്കങ്ങളാണ് ഫലത്തിൽ ഇപ്പോൾ വിജയം കാണാതെ പോയത് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയാണ് ജോസ് കെ മാണിക്കൊരു അവരുടെ നീക്കങ്ങൾ ഫലത്തിൽ, ജോസ് കെ മാണിയുടെ മാത്രമല്ല UDF നീക്കങ്ങളും തൽക്കാലത്തേക്കെങ്കിലും പരാജയപ്പെട്ടത്. പക്ഷേ തൽക്കാലത്തേക്കാണ്. ഇനിയും പല നീക്കങ്ങളും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില നേതാക്കൾ, ചില MLA-മാർ ഇവരെയൊക്കെ അടർത്തിയെടുത്തുകൊണ്ടും വിസ്മയം എന്ന നിലയിലാണ് VD സതീശൻ ഇതിനെല്ലാം വിശേഷിപ്പിക്കുന്നത്. ആ വിസ്മയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് അടുത്ത ദിവസങ്ങളിലെങ്കിലും തുടരാൻ, ഇനിയും എന്താ പറയുക, അതിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ UDF തുടരും. അതിനുള്ള സമയമാണ് ഇനിയുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ശ്രീജിത്ത്, ഒരു കാര്യം കൂടിയുള്ളത്, ഇതിലൊരു സവിശേഷമായ അല്ലെങ്കിൽ കൗതുകം കാണാൻ പറ്റുന്ന ഒരു കാഴ്ച, കേരള കോൺഗ്രസ് ജോസ് കെ മാണിയും കോൺഗ്രസ് നേതാക്കളും എതിർപക്ഷത്താണ്. പരസ്പരം ഏറ്റുമുട്ടേണ്ടതാണ്. പ്രസ്താവനയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്ത് അങ്ങേയറ്റം രൂക്ഷമായ പ്രസ്താവന യുദ്ധങ്ങളെങ്കിലും ഉണ്ടാവേണ്ടതാണ്. പക്ഷേ കോൺഗ്രസിനെ കടന്നാക്രമിക്കാതിരിക്കാൻ, UDF നേതാക്കളെ തള്ളിപ്പറയാതിരിക്കാൻ ഒരു ജാഗ്രത കാട്ടൽ ജോസ് കെ മാണിക്കുമുണ്ട്. മറുഭാഗത്ത് നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ സതീശൻ കാട്ടുന്ന ജാഗ്രത, ഇത് ഏറ്റവും ഒടുവിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിൽ തന്നെ ആ ഒരു ജാഗ്രത കാട്ടൽ പൊതുവിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ജാഗ്രത കാട്ടൽ പൊതുവിൽ വീണ്ടും ഒരു സസ്പെൻസിലേക്കോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉണ്ടാവും. അപ്പോൾ UDF നേതൃത്വം, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം, ഇതൊരു അടച്ച വാതിലല്ല പൂർണ്ണമായും. സാധ്യത അവർ ഇനിയും മനസ്സിൽ കാണുന്നു. അങ്ങനെ കരുതണം അല്ലേ? ഉറപ്പായും കരുതണം സജിത്ത്. രാഷ്ട്രീയമാണ്. കാരണം കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട് കേരള കോൺഗ്രസ് എമ്മിന്റെ മടങ്ങി വരവ്. അത് താഴെ തട്ടിൽ കോട്ടയം ജില്ലയിൽ, ഇടുക്കിയിൽ, പത്തനംതിട്ടയിൽ, എറണാകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ആദ്യം K. സുധാകരൻ KPC അധ്യക്ഷനായ സമയത്ത് News 18 നൽകിയ അഭിമുഖത്തിലാണ്, അന്നത്തെ എഡിറ്റർക്ക് നൽകിയ അഭിമുഖത്തിൽ വളരെ കൃത്യമായി പറഞ്ഞതാണ്, ഈ ഒരു കേരള കോൺഗ്രസ് എം മടങ്ങി വരണമെന്ന ആദ്യ അഭിപ്രായം അന്നാണ് ഉണ്ടായിരുന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് തുടർച്ചയായ അത്തരം അഭിപ്രായങ്ങൾ പല ഘട്ടങ്ങളിൽ പറഞ്ഞു വന്നിരുന്നു. ഇടയ്ക്ക് കോൺഗ്രസ് പ്രതീക്ഷിച്ചത് ജോസ് കെ മാണി ഉറച്ച് അപ്പുറത്ത് നിൽക്കുമ്പോഴും ഈ ഒരു, അതായത് ഒരു പിളർത്തി കുറച്ച് ആളുകളെങ്കിലും കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമായിരുന്നു. പക്ഷേ കോൺഗ്രസിന് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമാണ്. അതൊരു തുടർ ഭരണ സാധ്യത ഇല്ലാതാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. സംസ്ഥാനത്തിന്റെ ഒരു പൊളിറ്റിക്കൽ പൾസ് ആകെ മാറുന്നു എന്ന വിലയിരുത്തൽ ഒരു പരിധിവരെ ജോസ് കെ മാണിയെയും ഒന്ന് ചഞ്ചല ഹൃദയനാക്കിയിട്ടുണ്ട് എന്ന് വേണം, സഭയുടെ സമ്മർദ്ദം കൂടി വന്നപ്പോൾ അങ്ങനെ ആക്കിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണ് ഈ പല നീക്കങ്ങളും ഫലത്തിൽ നടന്നത്. ആ നീക്കങ്ങൾക്ക് ഫലം കിട്ടാതായെങ്കിൽ പോലും ആ ഘട്ടത്തിൽ പോലും കരുതലാണ് കോൺഗ്രസ് കാട്ടുന്നത് എന്നുള്ളതാണ് ഇന്നലെ VD സതീശന്റെയും PK കുഞ്ഞാലിക്കുട്ടിയുടെ ഒക്കെ പ്രതികരണത്തിൽ കാണാൻ കഴിയുന്നത്. ജോസ് കെ മാണിക്കും ആ കരുതലുണ്ട്. ജോസ് കെ മാണി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലോ അല്ലെങ്കിൽ സമീപ സമയത്തൊന്നും തന്നെ കോൺഗ്രസിനെ ആക്രമിക്കാനോ കോൺഗ്രസിന്റെ നയങ്ങളെ എതിർക്കാനോ ഒന്നും കാര്യമായി തയ്യാറായിട്ടില്ല. കോൺഗ്രസിനെക്കാട്ടി നല്ല പ്രതിപക്ഷം ഞങ്ങളായിരുന്നു എന്ന് തുറന്നു കാട്ടാനാണ് ഇന്നലെ ജോസ് കെ മാണി ആ തരത്തിലെങ്കിലും ശ്രമിച്ചത്. അതായത് സർക്കാരിനെതിരെ പല സമരങ്ങളും നടത്തിയിട്ടില്ല കോൺഗ്രസ് എന്ന് പറയുന്ന കൗതുകകരമായ രാഷ്ട്രീയമാണ് ഇന്നലെ ഏതാണ്ട് ഒരു 45 മിനിറ്റ് നടന്ന പ്രസ് മീറ്റിൽ ഏതാണ്ട് കൂടുതൽ ഭാഗവും ജോസ് കെ മാണി എടുത്തത് അതിനുവേണ്ടിയാണ് എന്നുള്ളതാണ്. വനം